മംഗളഗീതം. പ്രപഞ്ചവീണയിൽ പ്രതിഭയുണർന്നു, പ്രണവധ്വനി ഉയർന്നു. വിശ്വചൈതന്യം വിളക്കു തെളിച്ചു, വിണ്ണിൽ പ്രഭ പരന്നു. വിണ്ണിൽ പ്രഭ പരന്നു. പ്രപഞ്ചവീണയിൽ പ്രതിഭയുണർന്നു, പ്രണവധ്വനി ഉയർന്നു. പ്രകൃതി തൻ വേദിയിൽ ഹൃദയപത്മങ്ങളാൽ അർച്ചന ചെയ്തിടുമ്പോൾ, പ്രകൃതി തൻ വേദിയിൽ ഹൃദയപത്മങ്ങളാൽ അർച്ചന ചെയ്തിടുമ്പോൾ, വാണിയാം സുകൃതം അരുളേണമേ, ഈണത്തിൻ സ്വരമഴ പൊഴിയണമേ. വാണിയാം സുകൃതം അരുളേണമേ, ഈണത്തിൻ സ്വരമഴ പൊഴിയണമേ. ഇരുളിൽ തെളിയും പൊരുളേ, കരളിൽ നിറയും കാരുണ്യമേ. ഇരുളിൽ തെളിയും പൊരുളേ, കരളിൽ നിറയും കാരുണ്യമേ. പ്രപഞ്ചവീണയിൽ പ്രതിഭയുണർന്നു, പ്രണവധ്വനി ഉയർന്നു. നമസ്കാരം. പ്രതിഭാഹൃദയവാണിയുടെ ഒരു പുതിയ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1196, കുംഭം 16, 2021 ഫെബ്രുവരി 28 ഞായറാഴ്ച. ഏവർക്കും ശുഭദിനം നേരുന്നു. ഒരാൾ തനിക്ക് ചെയ്ത നല്ല കാര്യങ്ങൾ മറക്കുന്നത് നന്നല്ല, എന്നാൽ നല്ലതല്ലാത്തതെല്ലാം മറക്കുന്നതാണ് ഉത്തമം. ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കാം. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ഹബീബ്, സർക്കാർ അന്ധവിദ്യാലയം, വഴുതക്കാട്, തിരുവനന്തപുരം. സാങ്കേതിക സഹായം, ശബ്ദമിശ്രണം ശ്രീ സജു ബാലരാമപുരം. ചിത്രസംയോജനം ശ്രീ മുഹമ്മദ് ആഷിഖ് കക്കോട്. നിർവഹണം ശ്രീ മറിയപ്പള്ളി എൻ ഗോപകുമാർ, ഡോക്ടർ ബീനാകൃഷ്ണൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്: മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്ത കോവിഡ് പരിശോധനാ റോബോട്ട് ഏത്? ചോദ്യം ഒരിക്കൽ കൂടി: മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്ത കോവിഡ് പരിശോധനാ റോബോട്ട് ഏത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പ്രക്ഷേപണത്തിന്റെ അവസാന ഭാഗത്ത് കേൾക്കാം. പരിപാടികളിലാദ്യം ഒരു മാപ്പിളപ്പാട്ട് കേൾക്കാം. പാടുന്നത് ശ്രീമതി ലൈല ഷാജി, തൃശൂർ.
യാക്കൂബ് ചിന്തും മതിമുഖം ലങ്കും പവിഴം പോലഴകിലും അരശരം തിരിയൂസഫ് അവരും അണികളിൽ വിലസിടും നബി അയ്യൂബ് അവരും സുബൈബ് ബാദും സുലൈമാനും ഹാറൂൻ നബിയും മൂസാ ഹൂദും യശീൻ യാസുമ യൂനുസുമേ സക്കറിയ ദാവൂദും യഹിയ ഈസ മുഹമ്മദ് നബിയുള്ള താജുൽ അംബിയ സ്വല്ലല്ലാഹ് ആദം ഇദ്രീസുടു നൂഹും ഹൂദും നബി സാലിഹ് ലൂത്തും ഇബ്രാഹിം സന്തതികൾ ഇസ്മായിലും ഇസ്ഹാഖും യാക്കൂബ് ചിന്തും മതിമുഖം ലങ്കും പവിഴം പോലഴകിലും പരശരം തിരിയൂസഫ് അവരും അണികളിൽ വിലസിടും നബി അയ്യൂബ് അവരും സുബൈബ് ബാദും സുലൈമാനും ഹാറൂൻ നബിയും മൂസാ ഹൂദും യശീൻ യാസുമ യൂനുസുമേ സക്കറിയ ദാവൂദും യഹിയ ഈസ മുഹമ്മദ് നബിയുള്ള താജുൽ അംബിയ സ്വല്ലല്ലാഹ് അവിടം പരിപാവന പുണ്യമക്കാമായി ലങ്കും ഖിയാമം വരെ ആദം ഇദ്രീസുടു നൂഹും ഹൂദും നബി സാലിഹ് ലൂത്തും ഇബ്രാഹിം സന്തതികൾ ഇസ്മായിലും ഇസ്ഹാഖും യാക്കൂബ് ചിന്തും മതിമുഖം ലങ്കും പവിഴം പോലഴകിലും പരശരം തിരിയൂസഫ് അവരും അണികളിൽ വിലസിടും നബി അയ്യൂബ് അവരും സുബൈബ് ബാദും സുലൈമാനും ഹാറൂൻ നബിയും മൂസാ ഹൂദും യശീൻ യാസുമ യൂനുസുമേ സക്കറിയ ദാവൂദും യഹിയ ഈസ മുഹമ്മദ് നബിയുള്ള താജുൽ അംബിയ സ്വല്ലല്ലാഹ് യാക്കൂബ് ചിന്തും മതിമുഖം ലങ്കും പവിഴം പോലഴകിലും പരശരം തിരിയൂസഫ് അവരും അണികളിൽ വിലസിടും നബി അയ്യൂബ് അവരും സുബൈബ് ബാദും സുലൈമാനും ഹാറൂൻ നബിയും മൂസാ ഹൂദും യശീൻ യാസുമ യൂനുസുമേ സക്കറിയ ദാവൂദും യഹിയ ഈസ മുഹമ്മദ് നബിയുള്ള താജുൽ അംബിയ സ്വല്ലല്ലാഹ് ആദം ഇദ്രീസുടു നൂഹും ഹൂദും നബി സാലിഹ് ലൂത്തും ഇബ്രാഹിം സന്തതികൾ ഇസ്മായിലും ഇസ്ഹാഖും യാക്കൂബ് ചിന്തും മതിമുഖം ലങ്കും പവിഴം പോലഴകിലും പരശരം തിരിയൂസഫ് അവരും അണികളിൽ വിലസിടും നബി അയ്യൂബ് അവരും സുബൈബ് ബാദും സുലൈമാനും ഹാറൂൻ നബിയും മൂസാ ഹൂദും യശീൻ യാസുമ യൂനുസുമേ സക്കറിയ ദാവൂദും യഹിയ ഈസ മുഹമ്മദ് നബിയുള്ള താജുൽ അംബിയ സ്വല്ലല്ലാഹ്
നിങ്ങൾ കേട്ടത് മാപ്പിളപ്പാട്ട്. ആലപിച്ചത് ശ്രീമതി ലൈല ഷാജി, തൃശൂർ. മിഴികൾ തിരയും നന്മകൾ മൊഴിയായി പകരും പക്ഷി പോൽ, അറിയുമ്പോൾ മധുരം, കേൾക്കുമ്പോൾ അതിമധുരം. ഇരവിലും പകലിലും സ്വരമായി പൊഴിയാൻ പ്രതിഭാ ഹൃദയവാണി. വിനോദവും വിജ്ഞാനവും നിങ്ങളുടെ കാതുകളിൽ പ്രതിഭാ ഹൃദയവാണിയിലൂടെ. പുലരി മഴതൻ ഈണമായി തഴുകിയൊഴുകും തെന്നലായി, കനവിലും നിലവിലും കണിയായി പ്രതിഭാ ഹൃദയവാണി. മാറുന്ന കാലത്തിനൊപ്പം മാറ്റത്തിന്റെ ശബ്ദമായി പ്രതിഭാ ഹൃദയവാണി. പ്രതിഭാ ഹൃദയവാണി. ഇന്ന് ഫെബ്രുവരി 28, ദേശീയ ശാസ്ത്രദിനം. ഇതോടനുബന്ധിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കുമാരി ജ്യോതിമോൾ ജെ, UPSA GHSS നെടുങ്കുന്നം, കോട്ടയം. നമസ്കാരം. ഫെബ്രുവരി 28 എല്ലാ വർഷവും ദേശീയ ശാസ്ത്രദിനമായി നാം ആചരിച്ചു വരുന്നു. 20-ാം നൂറ്റാണ്ടിലെ ലോകപ്രശസ്തരായ ഭാരതീയ ശാസ്ത്രജ്ഞരിൽ പ്രമുഖനാണ് ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ അഥവാ CV രാമൻ. ആദ്യമായി ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ഏഷ്യക്കാരനാണ്. അദ്ദേഹത്തിന്റെ രാമൻ പ്രഭാവം എന്ന കണ്ടെത്തലാണ് 1930 നൊബേൽ സമ്മാനത്തിന് അർഹനാക്കിയത്. 1888 നവംബർ 7 തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ ചന്ദ്രശേഖര അയ്യരുടെയും പാർവതി അമ്മാളുടെയും രണ്ടാമത്തെ മകനായി ജനിച്ചു. അദ്ദേഹത്തിന്റെ പിതാവും കോളേജ് അധ്യാപകനായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഉന്നത നിലവാരത്തിലുള്ള ശാസ്ത്ര താൽപര്യം പ്രദർശിപ്പിച്ച രാമൻ നിരവധി സ്കോളർഷിപ്പുകളും സമ്മാനങ്ങളും ആ കാലയളവിൽ തന്നെ സ്വന്തമാക്കി. മെട്രിക്കുലേഷനും ഇന്റർമീഡിയറ്റിനും ശേഷം 1903 മദ്രാസിലെ പ്രസിഡൻസി കോളേജിൽ ബിരുദ പഠനത്തിന് ചേർന്നു. ഇംഗ്ലീഷിലും ഭൗതികശാസ്ത്രത്തിലും സ്വർണ്ണ മെഡലുകൾ നേടിക്കൊണ്ട് ഒന്നാമതായി ബിരുദം പൂർത്തിയാക്കി. തുടർന്ന് അതേ കോളേജിൽ നിന്ന് തന്നെ ബിരുദാനന്തര ബിരുദവും നേടി. ശേഷം ഫൈനാൻഷ്യൽ സിവിൽ സർവീസ് പരീക്ഷയും പാസ്സാകുകയുണ്ടായി. 1907 കൊൽക്കത്തയിലേക്ക് ജോലിക്ക് പോയതിനു ശേഷമാണ് അദ്ദേഹം ഗവേഷണങ്ങളിലേക്ക് തിരിയുന്നത്. 1921 യൂറോപ്പിലേക്കുള്ള കപ്പൽ യാത്രക്കിടയിൽ കടലിന്റെ നീലനിറം നിരീക്ഷിച്ചുകൊണ്ട് രാമൻ ആരംഭിച്ച പ്രകാശ പഠനത്തിന്റെ തുടർച്ചയാണ് 1928 ഫെബ്രുവരി 28 രാമൻ പ്രഭാവം കണ്ടുപിടിച്ചത്. ദ്രാവകങ്ങളിലെ പ്രകാശത്തിന്റെ വിസരണവുമായി ബന്ധപ്പെട്ട പ്രതിഭാസമാണ് രാമൻ പ്രഭാവം അഥവാ രാമൻ ഇഫക്റ്റ്. ഒരു സുതാര്യ മാധ്യമത്തിലൂടെ കടന്നുപോകുമ്പോൾ ഏകവർണ്ണ പ്രകാശത്തിൽ ചെറിയൊരു ഭാഗത്തിന് തരംഗദൈർഘ്യത്തിൽ വ്യത്യാസമുണ്ടാകുന്നതാണിത്. ബാംഗ്ലൂരിൽ അദ്ദേഹം രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. മരണം വരെ അതിന്റെ ഡയറക്ടറായിരുന്നു. 1954 ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചു. 1957 ഇന്റർനാഷണൽ ലെനിൻ പീസ് അവാർഡും ലഭിച്ചു. 1970 നവംബർ 21 തന്റെ 82ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത്. CV രാമൻ 1928 ഫെബ്രുവരി 28 രാമൻ പ്രഭാവം കണ്ടുപിടിച്ചതിന്റെ ഓർമ്മയ്ക്കാണ് അന്നേ ദിവസം ദേശീയ ശാസ്ത്രദിനമായി ആചരിച്ചു വരുന്നത്. വിദേശ വിദ്യാഭ്യാസമോ വില കൂടിയ ഗവേഷണ ഉപകരണങ്ങളോ ഇല്ലാതെ സ്വന്തം കഠിനാധ്വാനത്തിലൂടെ മാത്രമാണ് അദ്ദേഹം വളർന്നത്. എക്കാലവും മാതൃകയാക്കാവുന്ന ഒരു അപൂർവ ജീവിതമാണ് അദ്ദേഹത്തിൻ്റേത്. വിദേശ ഗവേഷകരെ പോലെ തന്നെ മിടുക്കരാണ് ഇന്ത്യക്കാരും. എന്നാൽ നമ്മുടെ പ്രയത്നങ്ങൾ പുറം ലോകം അറിയുന്നില്ല. കൊൽക്കത്തയിലെ ഗവേഷണ സമയത്ത് CV രാമനെ അലട്ടിയ പ്രശ്നമായിരുന്നു ഇത്. ഇന്ത്യൻ ജേണൽ ഓഫ് ഫിസിക്സ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചുകൊണ്ട് അദ്ദേഹം അതിന് പരിഹാരം കണ്ടെത്തി. ഒരു ശാസ്ത്രജ്ഞന് വേണ്ട എല്ലാ ഗുണങ്ങളും തികഞ്ഞ വ്യക്തിയായിരുന്നു CV രാമൻ. ഒരിക്കലും അടങ്ങാത്ത ഗവേഷണ താൽപര്യം, പ്രകൃതി പ്രതിഭാസങ്ങളെ നിരീക്ഷിക്കുന്നതിൽ അസാമാന്യമിടുക്ക്, ഇഷ്ടമുള്ള വിഷയത്തിൽ എത്ര കഠിന പ്രയത്നത്തിനും തയ്യാർ. ഈ ഗുണങ്ങളൊക്കെയാണ് ലോകപ്രശസ്ത നേട്ടങ്ങളിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. 1986 എല്ലാ വർഷവും ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. പുതുതലമുറയിൽ ശാസ്ത്രബോധം വളർത്തുക, ശാസ്ത്രചിന്ത പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. ഈ വർഷത്തെ ദേശീയ ശാസ്ത്രദിനത്തിന്റെ വിഷയം സയൻസ്, ടെക്നോളജി, ഇന്നവേഷന്റെ ഭാവി, വിദ്യാഭ്യാസം, കഴിവുകൾ,
ജോലി എന്നിവയിലെ സ്വാധീനം എന്നതാണ്. ശാസ്ത്ര ഗവേഷകരായ പുത്തൻ തലമുറ അദ്ദേഹത്തിന്റെ പ്രവർത്തനവും ജീവിതവും മാതൃകയും മാർഗദർശകവുമാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി. നിങ്ങൾ കേട്ടത് ദേശീയ ശാസ്ത്ര ദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ലഘുപ്രഭാഷണം. അവതരിപ്പിച്ചത് കുമാരി ജ്യോതിമോൾ ജി. പ്രതിഭാസല്ലാപം വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. പ്രതിഭാസല്ലാപത്തിൽ ഇന്ന് മദർ ടച്ച് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെന്റർ കോഓർഡിനേറ്ററും സൈക്കോ തെറാപ്പിസ്റ്റുമായ ശ്രീമതി ഷീബ ബി വർക്കലയുമായി ഡോക്ടർ ബീനാകൃഷ്ണൻ, ശ്രീ സജു ബാലരാമപുരം എന്നിവർ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗം കേൾക്കാം. തയ്യാറാക്കിയത് ഡോക്ടർ ബീനാകൃഷ്ണൻ. നമസ്കാരം. പ്രതിഭാസല്ലാപം പരിപാടിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ 3 ആഴ്ചകളിലായി മദർ ടച്ച് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെന്റർ കോഓർഡിനേറ്ററും സൈക്കോ തെറാപ്പിസ്റ്റുമായ ശ്രീമതി ഷീബ വർക്കലയുടെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇന്നീ പരിപാടിയിൽ ഞാൻ ഡോക്ടർ ബീനാകൃഷ്ണൻ, എന്നോടൊപ്പം ഞാൻ സജു ബാലരാമപുരം. മദർ ടച്ചിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ആദ്യം അർച്ചനയുടെ അമ്മ സീനയുടെ വാക്കുകൾ ഒന്ന് കേൾക്കൂ. നമസ്കാരം, എന്റെ പേര് സീന. ഞാൻ മദർ ടച്ച് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെന്ററിൽ പഠിക്കുന്ന അർച്ചന എന്ന കുട്ടിയുടെ അമ്മയാണ്. മദർ ടച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പേര് പോലെ തന്നെ മാതൃസ്പർശമുള്ള ഒരു സ്നേഹ വീടെന്ന് വേണം പറയാൻ. ഒരിക്കൽ പോലും അതൊരു സ്കൂള് ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. സ്നേഹനിധികളായ അമ്മമാരുള്ള ഒരു വീട്. എന്റെ കുട്ടി അവിടെ പോയതിനു ശേഷം ഒത്തിരി നല്ല നല്ല മാറ്റങ്ങൾ അവൾക്കുണ്ടായിട്ടുണ്ട്. അത് അവിടുത്തെ ടീച്ചേഴ്സിന്റെയും ഷീബ ടീച്ചറിന്റെയും ട്രെയിനിങ്ങിലൂടെ കിട്ടിയത് തന്നെയാണ്. അതുപോലെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ പേരൻസിനും വേണ്ടുന്ന നിർദ്ദേശങ്ങളും മനോധൈര്യവും ഒക്കെ തരാൻ ഷീബ ടീച്ചറിന് കഴിഞ്ഞിട്ടുണ്ട്. ഷീബ ടീച്ചറിന്റെ അനുഭവങ്ങൾ കേട്ടറിയുമ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ സങ്കടം ഒന്നും അല്ലാന്ന് തോന്നിപ്പോകും. അതുപോലെ അവിടെ ചെന്നതിന് ശേഷമുള്ള ആഘോഷങ്ങൾ, കുട്ടികളുടെ പിറന്നാൾ, ഓണം, റംസാൻ, ക്രിസ്മസ് എന്നുവേണ്ട എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു. ആ കുട്ടികളോടൊപ്പം ആഘോഷിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന സന്തോഷം അത് തന്നെയാണ് ഏറ്റവും വലുതെന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ. അതുപോലെ ഞങ്ങൾ പേരൻസിന്റെ ബാല്യവും കൗമാരവും ഒക്കെ കഴിഞ്ഞു പോയി. എങ്കിലും അവിടുത്തെ ഓരോ ആഘോഷങ്ങളിലും അതെല്ലാം തിരിച്ചു കിട്ടുന്ന അനുഭവം തന്നെയായിരുന്നു. കേശുവിന്റെ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. നമസ്കാരം, ഞാൻ മദർ ടച്ച് സ്കൂളിൽ പഠിക്കുന്ന കേശു സുനിലിൻ്റെ അമ്മയാണ്. ആ സ്കൂളിൽ കൊണ്ട് എൻ്റെ മകനെ ആക്കിയതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ സ്നേഹസമ്പന്നരും ആത്മാർത്ഥതയുമുള്ള ടീച്ചേഴ്സാണ് ആ സ്കൂളിലുള്ളത്. എല്ലാ കുട്ടികളുടെയും പോരായ്മകൾ മനസ്സിലാക്കിയാണ് ടീച്ചേഴ്സ് കുട്ടികളോട് പെരുമാറുന്നത്. അവരുടെ സ്വന്തം മക്കളെ പോലെ. എനിക്ക് എൻ്റെ മകനെ കൊണ്ട് ആ സ്കൂളിലാക്കിയതിന് ശേഷം അവനിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തിലുള്ളവർക്കും എല്ലാ പേർക്കും അവനിലുണ്ടായ മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ സ്കൂളിൽ വന്നതിന് ശേഷം. ഷീബ ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ആ സ്കൂളിൽ അവനെ കൊണ്ടാക്കിയതിന് ശേഷം അവന് നല്ല മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. അവിടുത്തെ ടീച്ചേഴ്സ് സ്വന്തം മക്കളെ പോലെയാണ് കൊച്ചുങ്ങളെ നോക്കുന്നത്. അവരുടെ ഓരോ കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് അവരെ അത് കഴിവുകൾ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. ഷീബ ചേച്ചിയുടെ കുറച്ച് വിശേഷങ്ങൾ കൂടി ബാക്കിയുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് കേട്ടാലോ സജു? തീർച്ചയായും. ഷീബ ചേച്ചിക്ക് പ്രതിഭാസല്ലാപം പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മദർ ടച്ചിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മദർ ടച്ച് ഒരു ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞാലോ? മദർ ടച്ച് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെന്റർ ശരിക്കും ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലാണ് പ്രവർത്തിച്ചു വരുന്നത്. മദർ ടച്ച് ചാരിറ്റബിൾ സൊസൈറ്റി, അത് ഞങ്ങൾ കുറേ പേർ നാനാതുറകളിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി പേർ അംഗങ്ങളായിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. ആ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസിന്റെ കീഴിലാണ് അത് പ്രവർത്തിച്ചു വരുന്നത്. ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് ഒരുപാട് സോമനസ്സുകളുടെ സഹായം ലഭിക്കുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മുടെ ശ്രോതാക്കളുടെ അറിവിലേക്കായി
എന്ന് പറയാമോ? ശരിക്കും സാമ്പത്തിക സഹായം എന്ന് പറയുന്നത് പഞ്ചായത്തിൽ നിന്നോ അതല്ല ഗവൺമെന്റ് തലത്തിൽ നിന്നോ ഇതുവരെയും എത്തിയിട്ടില്ല. വാക്കാൽ ഒരുപാട് സപ്പോർട്ട് പറയുന്നുണ്ട്, പക്ഷേ പ്രവൃത്തിയാൽ ഇതുവരെയും സാമ്പത്തിക സപ്പോർട്ട് ഒന്നും നമുക്ക് എത്തിയിട്ടില്ല. പിന്നെ ഇത് സുമനസ്സുകളായിട്ടുള്ള ഒരുപാട് പേരുടെ സഹായം മൂലമാണ് പ്രവർത്തിച്ചു വരുന്നത്. രക്ഷിതാക്കൾ അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ സപ്പോർട്ടും, ധനസഹായവും മോറൽ സപ്പോർട്ടും എല്ലാം തരുന്നുണ്ട്. അത് ശരി. ചില കഴിവുള്ള രക്ഷിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് പുറമെ മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് കൂടി, ധനസഹായം കൂടി ചെയ്യുന്ന രക്ഷിതാക്കളും ഉണ്ട്. ഇത് പറഞ്ഞല്ലോ, ഒരു കുടുംബം പോലെ ഞങ്ങൾ പ്രവർത്തിക്കുകയാണ്. ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റൊരാൾ അങ്ങനെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഒത്തിരി നല്ല ആൾക്കാരെ ഞാൻ ഈ ഒരു പ്രവൃത്തിയിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ പത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഒരുപാട് മനസ്സിനെ മടുപ്പിക്കുന്ന വാർത്തകളാണ് കാണുന്നത്. പക്ഷെ ഈ ഒരു പ്രവർത്തനത്തിൽ വരുമ്പോൾ നല്ല ഒരുപാട് ആൾക്കാരെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയൊരു സത്യവും സന്തോഷവും. പിന്നെ ഇതിന്റെ പ്രവർത്തനത്തിൽ എന്നെ സഹായിക്കുന്നത് എൻ്റെ സഹോദരൻ്റെ ഭാര്യ പ്രിൻസിയാണ്. സിസ്റ്റർ ഉണ്ടോ, തുടക്കം മുതൽ ഇപ്പോൾ വരെ എൻ്റെ മനസ്സെത്തുന്നിടത്ത് അവളുടെ കണ്ണെത്തും. ഏതായാലും നമുക്ക് പ്രിൻസിയുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം. ഹായ്, എൻ്റെ പേര് പ്രിൻസി. മദർ ടെസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ ഷീബ ചേച്ചിയോടൊപ്പം ആരംഭം മുതൽ തന്നെ ഞാനുണ്ട് ഇപ്പോഴും. ഇതിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി പറയുമ്പോൾ രക്ഷിതാക്കളും അധ്യാപികമാരും മറ്റിതര മേഖലകളിൽ പ്രവർത്തിക്കുന്ന തെറാപ്പിസ്റ്റുകൾ, മ്യൂസിഷ്യൻസ് എല്ലാവരും ചേർന്നുകൊണ്ട് ഞങ്ങളൊരു കുടുംബം പോലെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കുട്ടികൾക്ക് ആഘോഷങ്ങളിലൂടെയും കളികളിലൂടെയും പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കുറച്ചധികം സിലബസ്, പിന്നെ ദൈനംദിന പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം ചേർത്തുകൊണ്ടാണ് ഞങ്ങളിവിടെ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് വോളണ്ടറി സർവീസ് സുമനസ്സുകളായ ഒരുപാട് പേരെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നു ചേർന്ന ഞാൻ എന്നതിൽ നിന്നും ഇപ്പോൾ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ട മറ്റൊരാളായി മാറുവാൻ എനിക്ക് ഈ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞുവെന്നത് എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു. ആ അവസ്ഥയിലാണ് ഞങ്ങളിത് നടത്തിക്കൊണ്ടു പോകുന്നത്. പ്രിൻസിയുടെ സപ്പോർട്ട് എടുത്തു പറയത്തക്കതാണ്. ഓരോ രക്ഷിതാക്കളുടെയും, പിന്നെ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്ന ഓരോ അധ്യാപികമാരും, അതുവരെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സായിട്ട് ജോലിയായിട്ടാണ് വന്ന് ഇവിടെ ജോയിൻ ചെയ്യുന്നതെങ്കിലും പിന്നീട് ഇവിടെ ഇഴുകിച്ചേരുന്നതാണ് ഞങ്ങൾ കണ്ടുവരുന്നത്. അങ്ങനെ പിന്നെ വിവാഹമൊക്കെ ആയി അവർ പോകുമ്പോൾ അവർ ഒരുപാട് സങ്കടത്തോടെയാണ് ഞങ്ങളോട് ഇവിടെ പറഞ്ഞ് പോകാറ് പതിവ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പല സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഇവിടെ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അവരുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ മദർ ടച്ച് PTA എന്നൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതിൽ എല്ലാവരും ദിനവും കണ്ടുമുട്ടാറുണ്ട്. അത് ശരി. അങ്ങനെ ഒരു സൗഹൃദ വേദി കൂടിയാണ് മദർ ടച്ച്. കുട്ടികളുടെ സഹായം എന്ന രീതിയിലാണല്ലോ ആളുകൾ ഇതിനെ കാണുന്നത്. മറ്റു സഹായങ്ങൾ എന്തൊക്കെയാണ് ലഭിക്കുന്നത്? പ്രത്യേകിച്ചും രാഹുലിൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൻ്റെ സഹായം, അതുപോലെ തന്നെ ബന്ധുക്കൾ, അതൊക്കെ ഒന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞാലോ. പിന്നെ എടുത്തു പറയത്തക്ക ഒരു സഹായം എന്ന് പറയുന്ന ബന്ധുമിത്രാദികളുടെ ഭാഗത്തു നിന്നും, രാഹുലിന്റെ അച്ഛൻ്റെ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും, രാഹുലിന്റെ അച്ഛൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ട്, എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ട്, എൻ്റെ ബന്ധുക്കളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, ഇതൊക്കെ എടുത്തു പറയത്തക്കതാണ്. അത് ശരി. ഓരോരുത്തരും അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചാരിറ്റബിൾ പ്രവർത്തനങ്ങളിൽ ഈ ഒരു എനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സഹായിക്കാറുണ്ട്. ഇതിൽ എനിക്ക് എടുത്തു പറയത്തക്കത് എൻ്റെ ഒരു ബ്രദറില്ല, അനിൽ ബാബു. അദ്ദേഹം എല്ലാ മാസവും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ തുക ഇവിടെ എത്തിക്കുന്നുണ്ട്. എല്ലാ മാസവും അദ്ദേഹത്തിന്റെ സഹായം വളരെ വലിയ ഒരു തലത്തിലാണ് ഇവിടെ നമുക്ക് സപ്പോർട്ട് തരുന്നത്. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ ഒത്തിരി പേരുടെ പേരുകൾ പറയാനുണ്ട്. എല്ലാ മാസങ്ങളിലും വർഷങ്ങളിലും ഒക്കെ സഹായിക്കുന്ന ഒരുപാട് പേരുടെ സഹായം, ചിലപ്പോൾ വോളണ്ടറി സർവീസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ധനസഹായമായിട്ടായിരിക്കും, അതല്ലെങ്കിൽ മറ്റു പലരെയും ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കുന്ന രീതിയിലായിരിക്കും. ഒക്കെ ഇങ്ങനെ ഇതൊരു ഒരുപാട് മനസ്സിനെ സാന്ത്വനിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മദർ ടച്ച് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ശരിക്കും ഇതൊരു കൂട്ടായ പ്രയത്നമാണ്. പലരും വോളണ്ടറി ആയിട്ട് സർവീസ് ചെയ്യുന്നു, ധനസഹായം നൽകുന്നു, മറ്റുള്ളവരെ സഹായിക്കാൻ പ്രേരിപ്പിക്കുന്നു. ശരിക്കും അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ശിവചേച്ചിയുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഊർജവും ഇതുവഴിയാണ് ലഭിക്കുന്നത് എന്ന് ഞങ്ങൾ കരുതുന്നു. എങ്ങനെയാണ് മദർ ടച്ച് എന്ന പേര് തിരഞ്ഞെടുത്തത്? അത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ്. അതിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഒന്ന് പറയാമോ? നമ്മൾ 2-3 ആഴ്ചകളായി മദർ ടച്ച് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ശ്രോതാക്കൾക്ക് അതറിയാനൊരു ആകാംക്ഷയുണ്ടാവും. ഈ പേര് തിരഞ്ഞെടുക്കാനിടയായ സാഹചര്യം ഒന്ന് വിശദമാക്കിയാലോ? മദർ ടച്ച് എന്ന പേര് നിലവിൽ വരാനുണ്ടായ കാരണങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ ആദ്യകാല പ്രവർത്തകരെ പറ്റി ഓർക്കാൻ കഴിയുന്നു എന്നുള്ളത് സാർത്ഥകമാണ്.
ആദ്യകാലത്ത് എൻ്റെ ബന്ധുക്കൾ എല്ലാവരും കൂടി ആയിരുന്നു ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ. പിന്നീടാണ് പല മേഖലകളിലുള്ളവർ ഇതിൽ വന്ന് ഭാഗഭാഗമായത്. ഓ, അത് ശരി. എൻ്റെ ഇളയച്ചൻ ശ്രീ സുധാകരൻ, കുഞ്ഞമ്മ ശ്രീമതി സുലേഖ സുധാകരൻ, അപ്പച്ചി ശ്രീമതി സ്നേഹലത, മകൾ ഡോക്ടർ ആശാലത, ഭർത്തൃ സഹോദരൻ ശ്രീ ജോയ്, ഭർത്തൃ സഹോദരി ശ്രീമതി വത്സല, പിന്നെ മധു മാധവൻ എൻ്റെ സഹോദരൻ, കൂടാതെ ഇപ്പോൾ ഞങ്ങളോടൊപ്പം ജീവിച്ചിരിപ്പില്ലാത്ത ലേറ്റ് ശ്രീ ഹരിപ്രസാദ്, ലേറ്റ് ശ്രീ സുഗതൻ, പിന്നെ എൻ്റെ അച്ഛനമ്മമാർ, സഹോദരി സഹോദരങ്ങൾ, അതായത് ഷിബുവിൻ്റെ വൈഫ് പ്രിൻസി ഷിബു, ഷൈബ, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ആയിരുന്നു അന്നത്തെ പ്രവർത്തകർ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് കൂട്ടായി ഒരു പേര് സജസ്റ്റ് ചെയ്യായിരുന്നു. എൻ്റെ നിർദ്ദേശം അമ്മ എന്ന വാക്കുണ്ടാകണം എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മദർ ടച്ച്, മദർ കെയർ, മദേഴ്സ് സ്പെഷ്യൽ, മദേഴ്സ് ലല്ലബി, അങ്ങനെ പല പേരുകൾ ഉയർന്നു വന്നു. അമ്മയുടെ തലോടൽ എന്ന അർത്ഥം വരുന്ന മദർ ടച്ച് എന്ന ഇംഗ്ലീഷ് വാക്ക് തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം ഇതൊരു യൂണിവേഴ്സൽ അപ്പീൽ ഉണ്ടാകണം. വെബ്സൈറ്റൊക്കെ തുടങ്ങുമ്പോൾ യൂണിവേഴ്സൽ നെയിം ആയിരിക്കുന്നതായിരിക്കും നല്ലത്, അതുകൊണ്ട് ഇംഗ്ലീഷാണ് എന്ന് ഒരു സജഷൻ വന്നു. അങ്ങനെ ആ നിർദ്ദേശം സ്വീകരിക്കുകയായിരുന്നു. അങ്ങനെയാണ് മദർ ടച്ച് എന്ന പേര് നിലവിൽ വന്നത്. എന്തൊക്കെയായിരുന്നാലും ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ശിവചേച്ചിക്ക് പലരുടെയും സപ്പോർട്ട് പലപ്പോഴായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു ഭാഗ്യം തന്നെയാണെന്ന് കരുതാം. ഈ മൾട്ടി ഡിസിപ്ലിനറി ഗ്രൂപ്പ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോഗ്രസ് അവർ മോണിറ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്? അതിനെക്കുറിച്ച് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെ സിലബസ് തയ്യാറാക്കുന്നതിൽ മൾട്ടി ഡിസിപ്ലിനറി ടീം എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതിൽ ഓരോ 3 മാസം കൂടുമ്പോഴും അവരുടെ അസസ്മെന്റ്, ഗോൾ സെറ്റ് ചെയ്യൽ, അതിനെ ഇവാലുവേറ്റ് ചെയ്യുക, പിന്നെ സോഷ്യലൈസേഷൻ പ്രോഗ്രാം, കമ്മ്യൂണിക്കേഷൻ, ബിഹേവിയർ ഡെവലപ്മെന്റ്, ടൂർ പ്രോഗ്രാമുകൾ, സിനിമ, പിന്നെ തൊഴിലധിഷ്ഠിതമായി കളികളിലൂടെ കാര്യത്തിലേക്ക് കടക്കുക, തൊഴിലധിഷ്ഠിതമായി കൂടി അവരെ പ്രാപ്തരാക്കുക, ദൈനംദിന പ്രവർത്തനങ്ങൾ. പിന്നെ ഞങ്ങൾക്ക് ക്ഷണം കിട്ടാറുണ്ട് പല വീടുകളിൽ നിന്ന്. അപ്പോൾ അവരെ കൊണ്ടുപോയി ഒരു വീടുമായി എങ്ങനെ, ഒരു വീട്ടിൽ ചെന്നാൽ എങ്ങനെ സഹകരിക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പിന്നെ ചില കുട്ടികളുടെ ജന്മദിനങ്ങളൊക്കെ അവരുടെ വീടുകളിൽ വെച്ചായിരിക്കും ആഘോഷിക്കുക. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെ ഫോർമാലിറ്റി കീപ്പ് ചെയ്യണം, ഇതൊക്കെ ഞങ്ങൾ കൂട്ടായി പരിശീലിപ്പിക്കാറുണ്ട്. അതൊക്കെ അവർ കൃത്യമായി ചെയ്യുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. മദർ ടച്ചിൻ്റെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകും. ഒരുപാട് കുട്ടികൾ അതിനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ചേച്ചിക്ക് പറയാനുള്ളത്? ഭാവി പരിപാടികളെ പറ്റി ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ വളരെ പരിമിതമായ സൗകര്യത്തിലാണ് മദർ ടച്ച് നടന്നു പോകുന്നത്. ആവശ്യമായ അത്ര സൗകര്യങ്ങൾ, എത്ര കുട്ടികൾ വന്നാലും അവർക്ക് അഡ്മിഷൻ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ നമുക്കില്ല. അപ്പോൾ രാഹുലിന്, എൻ്റെ മകന്, എൻ്റെ അച്ഛനമ്മമാർ കരുതിയിരുന്ന 20 സെന്റ് സ്ഥലം മദർ ടച്ച് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെന്ററിന് കൈമാറാൻ തീരുമാനമായിട്ടുണ്ട്. അത് ശരി. എൻ്റെ അച്ഛനമ്മമാർ വളരെ സന്തോഷപൂർവ്വം അത് കൈമാറുന്നതാണ്. അതിൻ്റെ രജിസ്ട്രേഷന് കുറച്ച് ഫോർമാലിറ്റി കൂടിയുണ്ട്. ആ സ്ഥലത്ത് നല്ലൊരു ബിൽഡിംഗ്, നമ്മുടെ ഒരുപാട് സ്വപ്നങ്ങളും പ്ലാനുകളും നടപ്പിൽ വരുത്തത്തക്ക രീതിയിൽ ഒരു സ്വപ്ന സൗധം നമ്മുടെ ഭാവി പരിപാടിയാണ്. ഒരുപാട് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമ്മളത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏതായാലും ശിവചേച്ചിയുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കട്ടെ. വളരെ വേഗം തന്നെ ഒരു ബിൽഡിംഗ് ലഭ്യമാകുവാനും ധാരാളം കുട്ടികൾക്ക് അത് ഒരു ആശാകേന്ദ്രമായി മാറുവാനും സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഒരുപാട് സുമനസ്സുകൾ, പല തുറകളിൽ പ്രവർത്തിക്കുന്ന പല മേഖലകളിലുള്ളവർ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് പേർ നമ്മളോട് സഹകരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഞങ്ങളുടെ ഈ പ്രവർത്തനം എപ്പോഴും സുഗമമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ കൂട്ടായി തീരുമാനമെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കിതൊരു വലിയ പരീക്ഷയാണ്. നമ്മുടെ ചോദ്യാവലി വളരെ വ്യത്യസ്തമായ ഒന്നാണ്. ഞങ്ങൾ ഒരുമിച്ച് തന്നെ സമവാക്യങ്ങൾ കണ്ടെത്തി അതിനെ പരിഹരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കടമ്പ. അത് നമ്മൾ നേടുക തന്നെ ചെയ്യും എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. നന്ദി. പ്രതിഭാഹൃദയവാണിയുടെ എല്ലാ ശ്രോതാക്കളുടെയും പിന്തുണ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഓട്ടിസം ബാധിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക പരിചരണം അർഹിക്കുന്നവരാണ്. ലോക്ക്ഡൌൺ കാലത്ത് കുട്ടികളെ സ്കൂളിൽ അയക്കാൻ കഴിയാത്ത അമ്മമാരുടെ ആശങ്കയ്ക്ക് മറുപടി നൽകിയ ഒരമ്മയുടെ വാക്കുകൾ നമ്മളെല്ലാം കേട്ടതാണ്. ജീവിതകാലം മുഴുവൻ തങ്ങളുടെ മക്കൾക്ക് താങ്ങായി തണലായി എപ്പോഴും ഇരിക്കേണ്ടി വരുന്ന ഈ അമ്മമാരെ അവർക്കൊരിറ്റ ആശ്വാസം നൽകാൻ ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് സാധിക്കും എന്ന് കരുതാം. ശിവചേച്ചിയുടെ എല്ലാ പ്രയത്നങ്ങളും സഫലമാകട്ടെ എന്ന് ആശംസിക്കുന്നു.
ഇത്രയും നേരം ഞങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചതിലും ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ട പ്രചോദനം നൽകിയതിലും ഉള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നമസ്കാരം. പ്രിയ ശ്രോതാക്കളെ, പ്രതിഭാസല്ലാപം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു പ്രതിഭയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നമസ്കാരം. പ്രതിഭാസല്ലാപത്തിൽ നിങ്ങൾ കേട്ടത് ശ്രീമതി ഷീബ ബി വർക്കലയുമായി ഡോക്ടർ ബീന കൃഷ്ണൻ, ശ്രീ സജു ബാലരാമപുരം എന്നിവർ നടത്തിയ അഭിമുഖ സംഭാഷണം. തയ്യാറാക്കിയത് ഡോക്ടർ ബീന കൃഷ്ണൻ. പ്രതിഭാസല്ലാപം സമാപിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, പ്രതിഭാ ഹൃദയവാണിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സാപ്പ് സന്ദേശമായോ ഇമെയിലായോ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ 7025913371. നമ്പർ ഒരിക്കൽ കൂടി 7025913371. ഇമെയിൽ പ്രതിഭാഹൃദയവാണി2020@gmail.com. പ്രതിഭാഹൃദയവാണി2020@gmail.com. യൂട്യൂബ് കമന്റ് ബോക്സിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. പരിപാടികളിൽ അടുത്തതായി ഗാനവീഥി. ചലച്ചിത്ര ഗാനങ്ങളെ ആസ്പദമാക്കി ശ്രോതാക്കളുടെ പങ്കാളിത്തത്തോടുകൂടി പ്രതിഭാ ഹൃദയവാണി അവതരിപ്പിക്കുന്ന ചോദ്യോത്തര പരിപാടി. ഗാനവീഥി സംഗീത സംബന്ധിയായ ചോദ്യോത്തര പരിപാടി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ RLV സനോജ് പുറമറ്റം. നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനവീഥിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗാനവീഥിയിൽ ഞാൻ നിങ്ങളോടൊപ്പം RLV സനോജ് പുറമറ്റം. ആദ്യമേ കഴിഞ്ഞ ആഴ്ചത്തെ ഗാനവീഥിയിൽ ചോദിച്ച ചോദ്യത്തിന് ശരി ഉത്തരം പാടിയിട്ടുള്ളത് ആരൊക്കെയാണെന്ന് നോക്കി വരാം. നമസ്കാരം, എൻ്റെ പേര് ആശാലക്ഷ്മി, കൊല്ലം. മനസ്സിലുണരോ ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതി മനസ്സിലുണരൂ ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതി നാഗസദസിലെ നവരത്ന വീണയിൽ നാഗസദസിലെ നവരത്ന വീണയിൽ നാദം തോളുമ്പൂമി നവരാത്രിയിൽ മനസ്സിലുണരൂ ഉഷസന്ധ്യയായി. ഈ ഗാനം 1971 പുറത്തിറങ്ങിയ മറുനാട്ടിൽ ഒരു മലയാളി എന്ന ചിത്രത്തിനു വേണ്ടി ലിറിക്സ് ശ്രീകുമാരൻ തമ്പി, സംഗീതം P ദക്ഷിണാമൂർത്തി. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് KJ യേശുദാസും S ജാനകിയും ചേർന്ന്. ശ്രോതാക്കൾക്കായുള്ള ഈ ആഴ്ചത്തെ ഗാനവിധിയിലെ ചോദ്യം ഇതാണ്. താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു
അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്നു പൂവ് പൊട്ടിച്ചു. താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു. അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്നു പൂവ് പൊട്ടിച്ചു. പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. അപ്പോൾ ഈ ഗാനത്തിന്റെ പല്ലവി ശ്രോതാക്കൾ പാടി റെക്കോർഡ് ചെയ്ത് പ്രതിഭ ഹൃദയവാണിയുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. വാട്സപ്പ് നമ്പർ 7025913371 70 25 91 33 71. ഓഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ മറ്റു ശബ്ദങ്ങൾ ഒന്നും തന്നെ വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങളുടെ പേരും ആ ഓഡിയോയിൽ തന്നെ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഗാനവീഥി ഇവിടെ പൂർണ്ണമാവുന്നു. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ കേട്ടത് ഗാനവീഥി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ RLV സനോജ് പുറമറ്റം. ഗാനവീഥി സമാപിച്ചു. പാചകരംഗം. പാചകരംഗം രുചിഭേദങ്ങളുടെ ശ്രവ്യാനുഭവം. ഇന്നത്തെ പാചകരംഗത്തിൽ ഒരു സ്പെഷ്യൽ പാചകക്കുറിപ്പ് കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീമതി ബിനു സൈമൺ, എറണാകുളം. നമസ്കാരം, ഞാൻ ബിനു സൈമൺ. എല്ലാവർക്കും പാചകരംഗത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന വിഭവം ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ്. ഇത് വളരെ ചിലവ് കുറഞ്ഞൊരു ചോക്ലേറ്റ് ആണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ടി വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇതെല്ലാവരും പരീക്ഷിക്കണം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. പൗഡർ ഷുഗർ, ബട്ടർ, കൊക്കോ പൗഡർ, മിൽക്ക് പൗഡർ എന്നിവയാണ് ഇതിനാവശ്യമുള്ളത്. 1 കപ്പ് പൗഡർ ഷുഗറാണ് എടുക്കേണ്ടത്. 1/4 കപ്പ് ബട്ടർ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/4 കപ്പ് മിൽക്ക് പൗഡർ എന്നിവയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യമേ തന്നെ ഒരു ബൗളിലേക്ക് അരിപ്പ വെച്ച് കൊടുക്കുക. ഈ 3 പൗഡറുകളും ഇതിൽ അരിച്ചെടുക്കേണ്ടതാണ്. നന്നായിട്ട് അരിച്ചെടുക്കണം. എന്തെങ്കിലും അതിൽ തരികളുണ്ടെങ്കിൽ മിക്സിയിൽ ഒന്ന് പൊടിച്ചിട്ട് വീണ്ടും അരിക്കണം. എന്നിട്ടും തരികളുണ്ടെങ്കിൽ അത് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടതില്ല, അത് നമുക്ക് മാറ്റിവെക്കാം. തരികൾ ഉണ്ടായാൽ അത് ചോക്ലേറ്റിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടുത്തും. നന്നായിട്ട് ഫൈനായിട്ട് തന്നെ പൊടിക്കണം. പൊടിച്ചിട്ട് വേണം അരിക്കാനായിട്ട്. അങ്ങനെ അരിച്ചെടുത്ത ഈ 3 പൊടികളും നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കേണ്ട വിധം നോക്കാം. ആദ്യമേ തന്നെ ഒരു പാത്രത്തിൽ 1/4 പാത്രം വെള്ളം സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുക. ആ വെള്ളത്തിലേക്ക് ഒരു ബൗൾ ഇറക്കി വെക്കുക. ആ ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/4 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കണം.
ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് ഈ അരിച്ചു വെച്ചിട്ടുള്ള പൊടികൾ കുറേശ്ശെയായിട്ട് അതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെ ചേർക്കാട്ടോ. പക്ഷേ എനിക്ക് ഈ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഞാൻ ബട്ടർ തന്നെ ചേർക്കുന്നത്. ചില ആളുകൾക്ക് കോക്കനട്ട് ഓയിലിൻ്റെയോ സൺഫ്ലവർ ഓയിലിൻ്റെയോ ഒന്നും ടേസ്റ്റ് അത്ര പിടിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ബട്ടർ ചേർക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. അപ്പോൾ ഈ ബട്ടറിലേക്ക് ഇതെല്ലാം ഇളകി ചേർന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് ചോക്ലേറ്റ് മോൾഡ് എടുക്കാം. പല ഷേപ്പിലുള്ള കോളങ്ങൾ ഇതിലുണ്ട്. ഇനി ചോക്ലേറ്റ് മോൾഡ് ഇല്ലാത്ത ആളുകൾ നമ്മുടെ ഐസ് ട്രേ തന്നെ ഉപയോഗിക്കാം. ഐസ് ട്രേയിലേക്ക് ഈ കൂട്ടി വെച്ചിരിക്കുന്ന മിശ്രിതം പകുതി ഭാഗം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഓരോ കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ടോ ബദാമോ അല്ലെങ്കിൽ ഇനി മുന്തിരിയോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പോലെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ കാഷ്നട്ടാണ് ചേർത്ത് കൊടുക്കാറ്. അപ്പം കാഷ്നട്ട് ചേർത്ത് കൊടുത്തു. അതിനുശേഷം വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഈ മിശ്രിതം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സൈഡൊന്ന് തട്ടിക്കൊടുക്കണം. അതിൽ ബബിൾസ് ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഇത് തണുപ്പിക്കാനായിട്ട് വെക്കാം. ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നോർമൽ തണുപ്പ് മതി. അപ്പോൾ 2 മണിക്കൂർ തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പുറത്തെടുക്കാം. പുറത്തെടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് തട്ടിക്കൊടുത്താൽ ഈ ചോക്ലേറ്റ് ഇളകി വരുന്നതാണ്. അതിനുശേഷം നമുക്ക് നല്ല പേപ്പറുകളിൽ ഇത് പൊതിഞ്ഞ് ചോക്ലേറ്റായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റായിട്ട് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാവുന്നതാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ രുചി ആസ്വദിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതെല്ലാവരും പരീക്ഷിക്കണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്ന് പാചകരംഗത്തിൽ നിങ്ങൾ കേട്ടത് ശ്രീമതി വിനു സൈമൺ, എറണാകുളം തയ്യാറാക്കി അവതരിപ്പിച്ച പാചകക്കുറിപ്പ്. പാചകരംഗം സമാപിച്ചു. ഈ പ്രക്ഷേപണത്തിന്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്ത കോവിഡ് പരിശോധന റോബോട്ട് ഏത്? മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്ത കോവിഡ് പരിശോധന റോബോട്ട് ഏത്? ഉത്തരം ക്ലാര. ഉത്തരം ക്ലാര. ഇതോടുകൂടി ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇന്നിതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ഹബി, സർക്കാർ അന്ധവിദ്യാലയം വഴുതക്കാട്, തിരുവനന്തപുരം. സാങ്കേതിക സഹായം, ശബ്ദമിശ്രണം ശ്രീ സജു ബാലരാമപുരം. ചിത്രസംയോജനം ശ്രീ മുഹമ്മദ് ആഷിഖ് കക്കോട്. നിർവഹണം ശ്രീ മറിയപ്പള്ളി എൻ ഗോപകുമാർ, ഡോക്ടർ ബീനാകൃഷ്ണൻ. പ്രതിഭാ ഹൃദയവാണിയുടെ പുതിയ ഒരു പ്രക്ഷേപണത്തിനായി നമുക്ക് കാത്തിരിക്കാം. നമസ്കാരം. പ്രതിഭാ ഹൃദയവാണി, കാഴ്ച പരിമിതരുടെ ഓൺലൈൻ റേഡിയോ. ഹൃദയതാളത്തിനൊപ്പം കാതോർത്ത്. പ്രതിഭാ ഹൃദയവാണി.